ഒന്നുമില്ല, ഒറ്റ കാര്യം തുടങ്ങണം. ബ്ലാങ്ക് ആയിട്ട് നിങ്ങൾ ഫസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യണേ. അപ്പം ആസ് എ മെന്റർ നിങ്ങളുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ തുടങ്ങണം? എക്സാം കഴിഞ്ഞു പോയി, എന്താ ചെയ്യുക? ഈ 3 മണിക്കൂർ നിങ്ങളുടെ വിധി അല്ലെങ്കിൽ ചെറിയ ടെൻഷൻ, ചെറിയ സ്ട്രെസ്സ്, ഇതുകൊണ്ട് മാത്രമല്ല ഇപ്പം നിങ്ങൾ ഈ ചെറിയൊരു മാർക്ക് ഡിഫറൻസിൽ എക്സാം നമ്മൾ വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നൊറ്റ ടെൻഷൻ കാരണം നമ്മൾ നമ്മുടെ ഡ്രീം കോളേജ് സാക്രിഫൈസ് ചെയ്യുന്ന മൊമെന്റിൽ എത്തിയിട്ട് നിൽക്കുന്നത്. ഇങ്ങനത്തെ ഒരു വിധിക്ക് നിങ്ങൾ കൂട്ടു നിൽക്കാൻ തയ്യാറാണ്? ഞാൻ സ്റ്റെപ്പായിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയാം. അതിൽ ഓരോ സ്റ്റെപ്പും ഞങ്ങൾ അത്രയും ഇവാലുവേറ്റ് ചെയ്ത് ഒരു കുട്ടിയിൽ നിന്ന് എന്തൊക്കെ മിസ്റ്റേക്സ് വരാൻ നോക്കിയിട്ട് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തതാണ്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ്, ആസ് എ റിപ്പീറ്റർ അല്ലെങ്കിൽ ഒരു നീറ്റ് എക്സാം അപ്പിയർ ചെയ്ത കുട്ടി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എവിടെയായിരിക്കും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടാവുക? ഒബ്വിയസ്ലി നമ്മളെല്ലാവരും എന്തായാലും പഠിച്ചിട്ടാണ് എക്സാം എഴുതണേ. അപ്പോൾ പിന്നെ എന്ത് മിസ്റ്റേക്ക്, എവിടെയാ പ്രശ്നം പറ്റണേ, അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അവിടെ എന്ത് മിസ്റ്റേക്ക് നിങ്ങൾ വന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റൂല. അങ്ങനെ സിറ്റുവേഷൻ വരുമ്പോൾ ഞങ്ങൾ മെൻറ്റേഴ്സ് ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് വന്നിട്ട് സംസാരിച്ച് നിങ്ങളുടെ ഓരോരോ ആൾക്കാരുടെയും പേഴ്സണൽ അറ്റൻഷൻ ആൻഡ് മെൻറ്ററിങ് സപ്പോർട്ട് കൊടുത്തിട്ട് ഞങ്ങൾ കറക്റ്റ് മെൻറ്ററിങ് ഗൈഡൻസ് തരും. ഇതാണ് ഞങ്ങളുടെ മെയിൻ ഹൈലൈറ്റ്. സ്റ്റെപ്പ് 2, നല്ല സ്ട്രക്ചർഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. നല്ലപോലെ സ്ട്രൈക്ക് റേഷ്യോ എന്ന് വെച്ചാൽ എത്ര കുട്ടികൾ അപ്പിയർ ചെയ്ത് അതിൽ നിന്ന് എത്ര കുട്ടികൾ പാസ് ഔട്ടായി, അതിനൊരു കാര്യമില്ലേ? നമുക്കറിയാം ഇപ്പോൾ ഏതൊരു പഠിക്കുന്ന കുട്ടിയായാലും ഒരു റാങ്ക് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിനും കിട്ടാം. പക്ഷേ നമ്മൾ എന്നൊരാൾ നമുക്ക് എങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? നമ്മളെ എങ്ങനെ പ്രൊമോട്ട് ചെയ്ത് നല്ലൊരു ഗൈഡൻസിലൂടെ ഒരു മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാൻ പറ്റും? അങ്ങനെ കേപ്പബിലിറ്റി ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ ചൂസ് ചെയ്യണം. അതിനിടയ്ക്കൊരു കഥ പറയാം കേട്ടോ. ഇത് കേൾക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചാൽ മതിയേ. ഓക്കെ, കഥയിലേക്ക് കിടക്കാം. ഈ സിനാരിയോ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യണേ. എന്ന് വെച്ചാൽ 2020 നമുക്ക് എല്ലാവർക്കും അറിയാം, കൊറോണ ആണ്, എല്ലാവരും വീട്ടിലിരിക്കുകയാണ്, ഫുൾ പൂട്ടി കിടക്കുന്ന സമയം. അപ്പം വീഡിയോസ് പഠിക്കുന്ന ചെറിയൊരു യൂട്യൂബർ, ഒരു ചെറിയ ക്യാമറ, ഒരു ചെറിയ ബോർഡൊക്കെ വെച്ച് എഴുതി പഠിപ്പിക്കുന്ന ഒരു ചെറിയ യൂട്യൂബർ. ഈ സാറിൻ്റെ ഇൻഫ്ലുവൻസ് ആൻഡ് സാറിൻ്റെ മോട്ടിവേഷൻ കാരണം ഒരു 110 കുട്ടികൾ വരികയാണ്. ഫസ്റ്റ് ഫൗണ്ടറായിട്ട് ഡോക്ടർ JPS ക്ലാസ്സസിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരികയാണ്. അതിൽ തന്നെ ഈ 110 കുട്ടികളിൽ 56 കുട്ടികൾ ആ നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യണം. നിങ്ങൾക്കറിയില്ലേ സൂപ്പർ 30 എന്ന് പറഞ്ഞിട്ടൊരു മൂവിയൊക്കെ ഉണ്ട്, അതേയൊക്കെ പോലെ ഫീൽ ചെയ്യും. ലൈക്ക് നിങ്ങൾ ഇമാജിൻ ചെയ്യും, നിങ്ങൾ 110 കുട്ടികളുടെ ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്കാനേ പ്ലാൻ ചെയ്യാത്ത സമയത്ത് നിങ്ങൾ വിശ്വസിച്ചൊരു 110 കുട്ടികൾ വന്നിട്ട് അതിൽ 56 കുട്ടികൾ, അതായത് നിങ്ങൾക്കറിയാം ഇപ്പം തന്നെ ഒരു 10,000 കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എത്ര കുട്ടികൾ കയറി പോകുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പം ആ സമയത്ത് 50% കുട്ടികൾ അങ്ങനെ കയറിപ്പോകുന്നൊരു സിറ്റുവേഷൻ, അത് ആ ഒരു മോട്ടിവേഷൻ, ആ ഒരു പാഷൻ, അതുകൊണ്ട് മാത്രം ഈ ഒരു ഫൗണ്ട് ചെയ്യപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുള്ള കഥയാണിത്. പിന്നീട് നടന്നതെല്ലാം ഒരു ചരിത്രമാണ്. ബാക്കി ഈ 5 കൊല്ലവും അതേ സക്സസ് റേഷ്യോ 50% എബവുള്ള സക്സസ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അതും നിങ്ങളുടെ ഡ്രീം കോളേജിലേക്ക്, നിങ്ങളുടെ ഡ്രീംസ് കം ട്രൂ മൊമെന്റിലേക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് എത്തിക്കുകയാണ്. എങ്കിലും ഈ സാറിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു സിംഗിൾ ഡിജിറ്റ് റാങ്ക് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്താന്നുള്ളത്. കഴിഞ്ഞ കൊല്ലം 2 2 ഡിജിറ്റ് റാങ്ക്സ് വന്നിട്ടുണ്ടായി, 20 and 55. ഈ കൊല്ലമാണ് 7th റാങ്ക് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്തുന്നത്. ഓക്കെ, നമ്മൾ വിഷയത്തിൽ നിന്ന് തന്നെ മാറരുത്. നമ്മൾ സ്റ്റെപ്പ് 1 കഴിഞ്ഞ് സ്റ്റെപ്പ് 2 എന്തായിരുന്നു പറഞ്ഞത്? നല്ലൊരു സിസ്റ്റം ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഈ ഇത്രയും നല്ലൊരു ഫാമിലി, ഇങ്ങനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണോ നിങ്ങൾക്ക് ആഗ്രഹം? ഓവർ ലാഗ് ആക്കണ്ട, നമുക്ക് സ്റ്റെപ്പ് 3ലേക്ക് കടക്കാം. ബെസ്റ്റ് ഫാക്കൽറ്റി ആൻഡ് എക്സാം സീരീസ്. ഞാൻ പറയുകയാണെങ്കിൽ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്പർ 1, കേരളത്തിലെ നമ്പർ 1 ബെസ്റ്റ് ഫാക്കൽറ്റീസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നല്ലൊരു എക്സാം സീരീസ്. ഇവിടുത്തെ എക്സാം പാറ്റേണിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ 435 എന്ന മാർക്കിന് മുകളിലുള്ള ഒരു സൂപ്പർ 60 എന്ന ബാച്ചിനെ കുറിച്ചാണ് കേട്ടോ. അവരുടെ കരിക്കുലം അല്ലെങ്കിൽ എക്സാം പ്ലാനാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ തന്നെ 60 കുട്ടികൾ, സൂപ്പർ 60ൽ 60 കുട്ടികളിൽ 45 കുട്ടികളും ഞങ്ങൾക്ക് ഓൾറെഡി സീറ്റ് ബ്ലോക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി 15 കുട്ടികൾ ലിമിറ്റഡ് സീറ്റ്സ് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഞങ്ങളുടെ JPSലെ ഏറ്റവും റിസൾട്ട് പറഞ്ഞാൽ അതിൽ 94 അല്ലെങ്കിൽ 96% റിസൾട്ട് ഈൽഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂം, അത്രയും പവർ പാക്ക് ആയിട്ടുള്ള ഒരു സൂപ്പർ റിപ്പീറ്റേഴ്സ്, ആ ലെവലിലുള്ള ഒരു ബാച്ച്, അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞങ്ങളുടെ പ്ലാൻ എന്താ വെച്ചാൽ ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ആയിട്ടൊരു ബാച്ച്. അതിൽ തന്നെ ബയോ ഭയങ്കര സ്പീഡായിട്ടായിരിക്കും, പക്ഷേ NCERT ലൈൻ ബൈ ലൈൻ ഞങ്ങൾ ഫുൾ കവർ ചെയ്യും. അത് നിങ്ങൾ രാത്രി പോയി റിവൈസ് ചെയ്യുന്ന രീതിയിലുള്ള
സ്പീഡായിട്ടുള്ള ഒരു ബാച്ച്. അതിൽ ഫിസിക്സിലാണ് കുറച്ചും കൂടി നമ്മൾ ടൈം പ്രൊവൈഡ് ചെയ്യുന്നത്, നല്ല കോൺസെപ്റ്റ്സിലി ഡെപ്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് October 3rd week അല്ലെങ്കിൽ ഒക്ടോബർ മിഡ് വീക്ക് ആകുമ്പോഴത്തേക്കും തീർക്കണം, ഈ ടോപ്പിക്സ് എല്ലാം തീർക്കാം. ദാറ്റ് മീൻസ് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മിഡ് വീക്ക് ആകുമ്പോഴത്തേക്കും നമ്മുടെ പോർഷൻസ് തീർത്തിട്ട് ഒരു എക്സാം സീരീസ് നമ്മൾ കണ്ടക്ട് ചെയ്യും. എക്സാം സീരീസ് എവിടുന്ന് മുതൽ? ഒക്ടോബർ, നവംബർ, ഡിസംബർ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമ്മളൊരു സീരീസ് കംപ്ലീറ്റ് ചെയ്യും. നിങ്ങളൊന്ന് നോട്ടീസ് ചെയ്യണം, ഒരു ഹോൾ ഇയറിൻ്റെ സബ്ജക്റ്റ് നിങ്ങൾ വെറും 2.5 മാസം കൊണ്ട് പഠിക്കുകയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം റിവൈസ് ചെയ്ത് കഴിഞ്ഞു, അപ്പോൾ തന്നെ യുവർ വേ ഹെഡ് അല്ലേ. ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, എന്താ വെച്ചാൽ ഈ ക്ലാസ്സസ് നടക്കുന്ന നമ്മൾ പറഞ്ഞില്ലേ, അതിൽ തന്നെ മൺഡേ ടു ഫ്രൈഡേ ക്ലാസ്സസും ഒരു സാറ്റർഡേ സൺഡേ ഓഫ് തന്നിട്ട് നിങ്ങൾ ഇത്രയും ദിവസം പഠിച്ച സാധനം റിവൈസ് ചെയ്യാം. എന്നിട്ട് മൺഡേ ഒരു എക്സാം എഴുതാം. അങ്ങനെ വന്നിട്ട് മന്ത്ലി മെഗാ ടെസ്റ്റ് ചെയ്യാം. ഇനി 2 മാസം കൂടുമ്പോൾ നമ്മളൊരു ഗ്രാൻഡ് മെഗാ ടെസ്റ്റ് നടത്തും. അങ്ങനെ അത് കഴിഞ്ഞ് ഒക്ടോബർ ആകുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമല്ലോ. ഇങ്ങനെ അത് കഴിഞ്ഞ് ഒരു സീരീസ് കഴിഞ്ഞ് ജനുവരി മുതൽ നമ്മൾ അടുത്ത സീരീസ് തുടങ്ങാണ്. അത് കഴിഞ്ഞ് ഒരു ഫെബ്രുവരി മിഡ് വീക്ക് ആകുമ്പോഴത്തേക്കും നമ്മൾ മോഡൽ എക്സാംസ്, മോക്ക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ തുടങ്ങാണ് കേട്ടോ. ഇത്രയും എക്സാംസ് ചെയ്ത് ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടുത്തെ ഓരോ റാങ്കും ഓരോ കുട്ടിയും ഉണ്ടാക്കുന്നത്. അതിൽ തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, 10,000-കണക്കിനോ 1000-കണക്കിനോ കുട്ടികളിൽ നിന്നല്ല, 200 കുട്ടികൾ, വെറും 200 കുട്ടികളിൽ നിന്നാണ് ഈ സിംഗിൾ ഡിജിറ്റ് റാങ്ക്, ഈ ഡബിൾ ഡിജിറ്റ് റാങ്ക് ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കുന്നത്. വളരെ ഒരു പ്രൗഡ് മൊമെന്റിലാണ് ഞങ്ങൾ ഉള്ളത്. ഈ 3 സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് ഒരു വൈസ് ഡിസിഷൻ തന്നെ എടുക്കണം കേട്ടോ. അപ്പം ഓൾ ദി ബെസ്റ്റ്.